കൊക്കാനിശ്ശേരി ജേസീസ് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. രോഗാതുരമായ ശരീരത്തിന്റെ വേദനകളകറ്റാൻ പ്രകൃതി കനിഞ്ഞേകിയ ആദ്യത്തെ സിദ്ധൌഷധം ആയുർവേദം. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പയ്യന്നൂർ കൊക്കാനിശ്ശേരി ജേസീസിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പെരുമ്പ കാപ്പാട്ട് റോട്ടറി മിഡ് ടൗൺ മെഡോസിൽ നടന്നു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് അനീസ് തയ്യലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി ഷിജു മോഹനും, സെക്രട്ടറിയായി സനോജി എംവിയും, ട്രഷററായി ലീന മോഹനും മറ്റു ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. ജെസി സോൺ 19 മുൻ മേഖലാ പ്രസിഡന്റ് ദിലീപ് ടി ജോസഫ് മുഖ്യാതിഥിയായി. മുഴുവൻ ഫാമിലി യുവത്വത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ലോകം മുഴുവനുള്ള സംഘടനയാണ് ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണൽ. കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള സോൺ 19 ജെസി കൊക്കാനിശ്ശേരിയുടെ പേര് ഇന്ന് വാനോളമാണ്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ പയ്യന്നൂരായാലും ജെസി ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലും സോൺ 19 ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കൊക്കാനിശ്ശേരി ജെസിയെ കുറിച്ച് പറയുന്നത് തന്നെയാണ് എല്ലാവർക്കും അഭിമാനം. അതിന് കാരണം ജെസി കൊക്കാനിശ്ശേരി 20 വർഷമായിട്ട് 20 പ്രസിഡന്റിന്റെ കീഴിൽ മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 20 പ്രസിഡന്റുമാരും ഒന്നിനൊന്നും മെച്ചം. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രസിഡന്റ് ജെസി അനീസ് തയ്യലിന്റെ നേതൃത്വത്തിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കുട്ടി വീണ്ടും ജെസി കൊക്കാനിശ്ശേരിയുടെ പേര് ഉയരങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെയുള്ള ജെസി കൊക്കാനിശ്ശേരിയുടെ 21ാമത്തെ പ്രസിഡന്റായി ഈ വേദിയിൽ ഞാൻ സ്ഥാനമേൽക്കുമ്പോൾ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്, ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ്. ഈ ജെസി കൊക്കാനിശ്ശേരിയുടെ പ്രസിഡന്റായി എന്നിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ തീരുമാനിച്ച ജെസി പാസ്റ്റ് പ്രസിഡന്റേഴ്സ്, ജെസിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു മെമ്പേഴ്സ് എല്ലാവർക്കും ഹൃദയം കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പയ്യന്നൂരിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ യുവ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രമോദ് മിനുക്കാരൻ, കോൽക്കളിയാചാര്യൻ KV ഭാർഗവൻ എന്നിവരെ വേദിയിൽ വെച്ച് ആദരിച്ചു. പയ്യന്നൂരിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളുടെ ഉന്നമനത്തിനായി നിരവധി പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ആദ്യ പരിപാടിയായി കണ്ണൂർ കാസർഗോഡ് ജില്ലാതല നഴ്സറി കലാമേള ജനുവരിയിൽ സംഘടിപ്പിക്കുമെന്നും പുതിയ പ്രസിഡന്റ് ഷിജു മോഹൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. രോഗാതുരമായ ശരീരത്തിന്റെ വേദനകളകറ്റാൻ പ്രകൃതി കനിഞ്ഞേകിയ ആദ്യത്തെ സിദ്ധൌഷധം ആയുർവേദം. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഒരു ആതുരാലയം. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ തുടങ്ങിയ വിവിധ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം. വാതരോഗങ്ങൾ, സന്ധിവേദനകൾ, മുട്ട്, കഴുത്തുവേദന, ആർത്രൈറ്റിസ് തുടങ്ങിയ വിവിധ വിഭാഗം. ഒപ്പം നേത്രരോഗ വിഭാഗം, പൈൽസ്, ഹിസ്റ്റുല, മൂലവ്യാധി വിഭാഗം, പ്രസവരക്ഷാ ചികിത്സ തുടങ്ങിയ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, വിശാലമായ ചികിത്സാ മുറികൾ, ഒപ്പം പ്രകൃതിദത്ത ഭക്ഷണവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.